ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്കേറ്റ കനത്ത പരാജയം ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സ് 600 പോയിന്റും ദേശീയ സൂചികയായ നിഫ്റ്റി 180 പോയിന്റുമാണ് ഇടിഞ്ഞത്. വിവരങ്ങളുമായി എസ് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന ജനവിധി രാജ്യത്തെ സാമ്പത്തിക രംഗത്തോടുകൂടി പ്രതിഫലിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ ദൃശ്യമായിരുന്നത്. ഇന്ന് ഓഹരി വിപണികൾ വ്യാപാരം ആരംഭിച്ച ഉടൻ തന്നെ ദേശീയ സൂചികയായിട്ടുള്ള നിഫ്റ്റിയും അതോടൊപ്പം മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സും താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യമായത്. പ്രത്യേകിച്ചും രാജ്യത്ത് ബി ജെ പി ഒറ്റക്ക് അധികാരത്തിൽ എത്തിയ സാഹചര്യത്തിന് ശേഷം വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഓഹരി വിപണിയിൽ ദൃശ്യമായിരുന്നു. എന്നാൽ ബീഹാറിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഷെയറുകൾ താഴേക്ക് പോയ ഒരു സാഹചര്യം നിലവിലുണ്ട്. അതേസമയത്ത് തന്നെ ജപ്പാൻ ചൈനീസ് ഓഹരികൾ കുതിച്ചുയരുന്ന ഒരു കാഴ്ചയുമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഏതായാലും സെൻസെക്സ് 600 ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ സെൻസെക്സ് 600 പോയിന്റിലധികം താഴോട്ട് പോവുകയും 25,000-ൽ താഴെയാണ് വ്യാപാരം നടന്നത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി 220 പോയിന്റിലധികമാണ് താഴോട്ട് പോയത്. ഏതായാലും രാജ്യത്തുണ്ടായിരിക്കുന്ന വലിയ ഒരു ജനവിധി, ഈ രാജ്യം മുഴുവൻ കാതോർത്തിരുന്ന അല്ലെങ്കിൽ രാജ്യം മുഴുവൻ വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്ന ഈ ഒരു ജനവിധിയുടെ പശ്ചാത്തലത്തിലാണ് ഓഹരി സൂചികകൾ താഴോട്ട് പോയത്. സുരേഷ്, സന്തോഷ്, അതോടൊപ്പം തന്നെ BJP അധികാരത്തിലെത്തിയ ആ ദിവസം തന്നെ അല്ലെങ്കിൽ മോദി നയിക്കുന്ന BJPക്ക് വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഓഹരി വിപണി കുതിച്ചുയരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP അമ്പെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഓഹരി വിപണി തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ജനങ്ങൾ തിരസ്കരിച്ച ഒരു സർക്കാർ അല്ലെങ്കിൽ ആ ഒരു അവിശ്വാസം അത് ഓഹരി വിപണിയിലും പ്രതിഫലിക്കുന്നു എന്ന കാര്യം തന്നെയാണോ ഇത് വ്യക്തമാക്കുന്നത്? തീർച്ചയായും സുരേഷ്, ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും ഓഹരി വിപണിയെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ വർഷം വലിയ ഭൂരിപക്ഷത്തോടുകൂടി, സിംഹഭൂരിപക്ഷത്തോടുകൂടി NDA സർക്കാർ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണികൾ കുതിച്ചു വരുന്ന ഒരു കാഴ്ച ദൃശ്യമായിരുന്നു. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ സ്ഥിരമായ കൂട്ടുകക്ഷി മുന്നണിയല്ലാതെ ഒരു സ്ഥിരമായ ഗവൺമെന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക രംഗം മെച്ചപ്പെടും. അതോടൊപ്പം തന്നെ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ സാമ്പത്തിക രംഗത്തിന് ഉണർവ് നൽകുന്നതിനാവശ്യമായ നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുന്ന ഒരു കാഴ്ച NDA സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം സ്വാഭാവികമായും കോർപ്പറേറ്റുകൾക്ക് സഹായകരമായ നിലപാടുകൾ തന്നെയാണ് പല ഘട്ടത്തിലും നരേന്ദ്രമോദി സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഓഹരി വിപണികളിൽ വലിയ രീതിയിലുള്ള ഇടിവ് ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ചും ഇന്ത്യൻ കമ്പനികളിലേക്ക് വിദേശ നിക്ഷേപം വരുന്ന ഒരു സാഹചര്യവും സ്വാഭാവികമായി നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബീഹാറിലുണ്ടായിരുന്ന കേന്ദ്രം ഭരിക്കുന്ന BJPക്കെതിരെ ബീഹാറിലുണ്ടായിരിക്കുന്ന ഈ ഒരു കനത്ത തിരിച്ചടി അല്ലെങ്കിൽ ഈ ഒരു ജനവിധി വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് സാമ്പത്തിക രംഗത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും കേന്ദ്രത്തിലെ ഗവൺമെന്റിന് എതിരെയുള്ള ഒരു വിധിയെഴുത്ത് ആയതുകൊണ്ട് കൂടിയായിരിക്കും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് അടുത്ത ദിവസം ഉണ്ടായിരിക്കുന്ന ഈ ഒരു വ്യാപാരത്തിൽ നിഫ്റ്റിയും അതോടൊപ്പം തന്നെ സെൻസെക്സും വലിയ രീതിയിൽ താഴേക്ക് പോയിട്ടുള്ളത്. സുരേഷ്, ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAക്കേറ്റ കനത്ത പരാജയം ഓഹരി വിപണിയിലും പ്രതിഫലിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും M. സന്തോഷ് നൽകിയത്.